Good afternoon. Good afternoon, ma'am. Okay, good afternoon. Good afternoon, ma'am. Okay, good afternoon. എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? കഴിച്ചു, മാം. കഴിച്ചു. ഓക്കെ, ഇങ്ങനെയൊക്കെ മഴയൊക്കെ ഉണ്ടോ അവിടെ? ഇല്ല മാം, ഭയങ്കര കാറ്റാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പൊ പുറത്ത് നല്ല മഴക്കാറുണ്ട്, നല്ല ഉഗ്ര മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട്, നല്ല മഴ പെയ്യായിരിക്കും. ഇപ്പൊ 2 ദിവസത്തേക്ക് നല്ല ശക്തമായ മഴ എന്നൊക്കെയാണ് ന്യൂസിൽ കണ്ടത്. എല്ലാവരും വളരെ സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എന്താ പറഞ്ഞത്? ഏത് ഡിപ്പാർട്ട്മെന്റ് വരെ പറഞ്ഞു നിർത്തി നമ്മള്? MRD അല്ലെ, മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു 3 പോയിന്റ് കണ്ടല്ലേ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാം കേട്ടോ. ശരി. 2 പോയിന്റ് അല്ലേ? ഓക്കെ, 2 പോയിന്റ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളൂ അല്ലെ. അപ്പൊ ബാക്കിയുള്ള പോയിന്റ്സ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ടും ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സുകളാണ് നമ്മൾ കാണുന്നത് അല്ലെ. അപ്പൊ ഇതിനകത്ത് ഇനി നമ്മൾ കാണുന്നത് MRD ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ, മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞതാണ് അല്ലെ, എന്താണ്? പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് വിത്തൗട്ട് ദ ഡിസ്ചാർജ് സമ്മറി അല്ലെ, ഡിസ്ചാർജ് സമ്മറി ഇല്ലാതെയുള്ള മെഡിക്കൽ റെക്കോർഡ്സുകളുടെ ശതമാനം. വിത്തൗട്ട് ഡിസ്ചാർജ് സമ്മറി നമുക്കറിയാലോ. ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുമ്പോൾ ഒരാളുടെ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞത് എപ്പോഴും എന്തായിരിക്കണം? അപ്ഡേറ്റഡ് ആയിരിക്കും അല്ലെ. ഒന്നും തന്നെ അതിൽ മിസ്സാവാനായിട്ട് പാടില്ല. രോഗിയുമായിട്ട് ബന്ധപ്പെട്ട ആ രോഗിയുടെ പൂർണ്ണ വിവരങ്ങൾ, അവർക്ക് കൊടുത്തിട്ടുള്ള മരുന്നുകൾ, അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് കൊടുത്തേക്കുന്നത്, അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എന്തിൽ രേഖപ്പെടുത്തിയിരിക്കണം? മെഡിക്കൽ റെക്കോർഡ്സിൽ ഉണ്ടായിരിക്കണം. അപ്പം ഡിസ്ചാർജ് സമ്മറി ഇല്ലാതെ വരുന്ന മെഡിക്കൽ റെക്കോർഡ്സുകളുടെ ശതമാനം, അതൊരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, രണ്ടാമത്തത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് നോട്ട് ഹാവിംഗ് ICD കോഡിംഗ് അല്ലെ. ICD എന്താന്ന് നമ്മൾ ജസ്റ്റ് പറഞ്ഞിരുന്നു അല്ലെ. എന്റെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ആണ് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. അതായത് നമ്മുടെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ICD? കോഡുകളാണ് കേട്ടോ, ഓരോ കോഡുകളാണ്. അതായത് ഓരോ അസുഖങ്ങളെ നമ്മൾ ഓരോ കോഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നൊട്ടേറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ J00J99 എന്ന് പറഞ്ഞ ഒരു കോഡാണ് കേട്ടോ. J വെച്ച് തുടങ്ങുന്ന ഒരു കോഡാണ്. അത് വന്നിട്ട് നമ്മുടെ എന്താണ്? ഡിസീസ് ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് സിസ്റ്റം, അതായത് നമ്മുടെ ശ്വസനനാളവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന അസുഖങ്ങൾ. ശ്വസനനാളവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഉണ്ടായിരിക്കും. ഇപ്പൊ COPD ഉണ്ടായിരിക്കും, ലങ് ക്യാൻസർ ഉണ്ടായിരിക്കും, ഒത്തിരി ഉണ്ടാവും. അപ്പൊ അതിൽ ഓരോ അസുഖങ്ങളെയും നമ്മൾ കോഡ് ചെയ്യുന്നുണ്ട്. ഓരോ അസുഖങ്ങളും മനസ്സിലായോ? ഇപ്പൊ COPDക്ക് ഒരു കോഡായിരിക്കും, ലങ് ക്യാൻസറിന് വേറെ എന്തെങ്കിലും കോഡായിരിക്കും. ഓക്കെ, അതുപോലെ Kയിൽ തുടങ്ങുന്ന കുറെ ഉണ്ട്. അത് ചിലത് സർക്കുലേറ്ററി സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ട് ഡിസീസ് ആയിട്ട് അങ്ങനെയുള്ള കോഡിംഗ് ഉണ്ട്. അപ്പൊ അതാണ് ICD കോഡിംഗ് ഉദ്ദേശിക്കുന്നത്. ഈ ICD കോഡിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനും കൂടെ വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ആ ഒരു റീസൺ ഫോർ ദ ഡെത്ത്, മരണ കാരണം എന്താണെന്ന് കൂടെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം കോഡുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അത്തരം ICD കോഡിംഗ് ഒന്നും ഇല്ലാത്ത മെഡിക്കൽ റെക്കോർഡ്സുകളുടെ ശതമാനം, അതൊരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ ആണ്. കാരണം അതിന് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത് എന്ത് ഡിസീസ് ആയിരുന്നു, അല്ലെങ്കിൽ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് അസുഖം കൊണ്ടാണ് അവിടെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തി വെക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ അതാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റ് നോക്കാം. പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ് അല്ലെ. അതായത് ഒരു രോഗിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ അല്ലെ, പൂർണ്ണ സമ്മതമില്ലാതെ അതുപോലെ ചെയ്യുന്ന വല്ല മെഡിക്കൽ പ്രൊസീജിയറുകളായിരിക്കാം അല്ലെ, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകളായിരിക്കാം, സർജറി ആയിരിക്കാം, മറ്റെന്തെങ്കിലും പരിശോധനകളായിരിക്കാം. അതോടൊപ്പം തന്നെ എന്താണ്? ഇംപെർഫെക്റ്റ് ആയിട്ട്, പൂർണ്ണമല്ലാത്ത അല്ലെ, അപൂർണമായിട്ട് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സുകളൊക്കെ ഉണ്ടാവാം. അതിന്റെ ശതമാനം അതും ഒരു ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ ആണ്.
നമുക്കറിയണം, നമ്മൾ ഓൾറെഡി പബ്ലിക് റിലേഷൻ ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ. രോഗിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. ഒരു ട്രീറ്റ്മെന്റ് ആയാലും അവരുടെ സർജറി ആയാലും അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ ഒരു കൺസെന്റ് ഇല്ലാതെ നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെ കൺസെന്റ് ഇല്ലാതെ ഇൻകംപ്ലീറ്റ് ഒക്കെ ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സുകളുടെ ശതമാനം അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ക്വാളിറ്റി സർവീസ് ആണ് അവർ കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മെഡിക്കൽ റെക്കോർഡ്സ് ഒന്നും പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റഡ് അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അവിടെ നല്ല സർവീസ് അല്ല ആ ഒരു സ്ഥാപനം കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണ് അതിന് വിലയിരുത്തുന്നത് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫോർത്ത് പോയിന്റ് ഇതാണ്, പെർസെന്റേജ് ഓഫ് മിസ്സിംഗ് റെക്കോർഡ്സ്. ഇനി ചില രോഗികളുടെ റെക്കോർഡ്സ് എന്തായിപ്പോ മിസ്സായിപ്പോ അല്ലെ, നഷ്ടപ്പെട്ടു പോകും. ഇന്നത്തെ കാലത്താണെങ്കിൽ എല്ലാം എന്താണ് സിസ്റ്റം ബേസ്ഡ് ആണ് അല്ലെ, കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്താണ്. അതുകൊണ്ട് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിൽ കൂടിയും എന്താണ് ചിലപ്പോൾ മിസ്സിങ് വരാം അല്ലെ. അങ്ങനെ മിസ്സാവുന്ന മെഡിക്കൽ റെക്കോർഡ്സുകളുടെ ശതമാനം അതും ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ക്ലിയർ ആണല്ലോ. അടുത്തതാണ് എന്ത്, അഞ്ചാമത്തെ പോയിന്റ് ആണ് ബെഡ് ഒക്യുപ്പൻസി റേറ്റ്. അതാണ് ബെഡ് ഒക്യുപ്പൻസി റേറ്റ്. എന്താണ് ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. ദ ബെഡ് ഒക്യുപ്പൻസി റേറ്റ് അഥവാ BOR പെർസെന്റേജ് ഈസ് എ മെഷർ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ദ അവൈലബിൾ ബെഡ് കപ്പാസിറ്റി ഇൻ എ ഹോസ്പിറ്റൽ. അതായത് ഒരു ഹോസ്പിറ്റലില് ലഭ്യമായിട്ടുള്ള കിടക്കകളില് ഉപയോഗപ്പെടുത്തുന്നവയുടെ അളവ് പോലെ, അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ എത്രത്തോളം ബെഡ് അവൈലബിലിറ്റി ഉണ്ട്, അതിനകത്ത് എത്ര ബെഡ് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്, എത്ര ബെഡുകൾ അവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നതിന്റെ ആ ഒരു ശതമാനമാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത്. BOR എന്നാണ് ഷോർട്ട് ആക്കി നമ്മൾ പറയട്ടെ. അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. എന്താണ് ബെഡ് ഒക്യുപ്പൻസി റേറ്റ് കേട്ടോ. ഒക്യുപ്പൻസി റേറ്റ് ഇസ് എ മെഷർ ഓഫ് ദ യൂട്ടിലൈസേഷൻ ഓഫ് ദ അവൈലബിൾ ബെഡ് കപ്പാസിറ്റി ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ ലഭ്യമായിട്ടുള്ള കിടക്കകളിൽ ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഒരു മെഷർമെന്റ്, അതിന്റെ ആ ഒരു റേറ്റ് ആണ് BOR എന്ന് പറയുന്നത്. It donates the percentage of beds occupied by the patients in a defined period of time, normally a year. അതായത് സാധാരണയായിട്ട് ഒരു വർഷത്തേക്കാണ്, ഒരു വർഷത്തില് ഒരു ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമില് എത്ര ബെഡുകൾ അവിടെ പേഷ്യൻസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട് എന്നതിന്റെ ആ ഒരു ശതമാനം നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയി പറഞ്ഞത്. അതായത് എത്രത്തോളം ആ ഒരു വർഷത്തേക്കായിട്ടാണ് പൊതുവെ നോർമലി ഇയർ ആണ് അവർ പറയുന്നത്. ഒരു വർഷത്തില് ഒരു ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം, ഒരു 6 മാസത്തിൽ 6 മാസം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു 6 മാസം ആ ഒരു ഡിഫൈൻഡ് പീരീഡ് ഒരു 6 മാസമാണെങ്കിൽ ആ 6 മാസത്തിൽ എത്ര രോഗികൾ അവിടെ എന്താ പറയുക ഇൻപേഷ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നതിന്റെ ശതമാനം നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. ഇനി ആറാമത്തെ പോയിന്റ് ലെങ്ത് ഓഫ് സ്റ്റേ ആണ് കേട്ടോ. ലെങ്ത് ഓഫ് സ്റ്റേ അതായത് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പേഷ്യൻസ് ഹോസ്പിറ്റലിൽ എത്ര നാൾ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതും ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്, ലെങ്ത് ഓഫ് സ്റ്റേ. അടുത്തതാണ് ഏഴാമത്തെ പോയിന്റ് ആണ് മോർട്ടാലിറ്റി റേറ്റ്. എന്താണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഡെത്ത് റേറ്റ് ആണ് അല്ലെ, മരണനിരക്കാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. മോർട്ടാലിറ്റി റേറ്റ് എത്ര പേര് അവിടെ മരണപ്പെടുന്നുണ്ട് എന്നതിന്റെ നിരക്കാണ് കേട്ടോ. അതും ഒരു ഇൻഡിക്കേറ്റർ ആണ്. പിന്നെന്താണ് എട്ടാമത്തെ പോയിന്റ് പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. എന്താണ് പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്? അതായത് മെറ്റേണിറ്റി ആനുപാതികമായിട്ടുള്ള മാതൃമരണ നിരക്ക്. ചില സ്ത്രീകള് പ്രസവത്തോടുകൂടി മരണപ്പെട്ടു പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ, പ്രസവത്തെ തുടർന്ന് മരണപ്പെടുന്നവരുണ്ട്, പ്രസവിക്കുന്ന സമയത്ത് മരണപ്പെടുന്നവരൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് അതന്നെ പ്രഗ്നൻസി ടൈമിലുള്ള ഡെത്ത് അത് വരും കേട്ടോ. പ്രഗ്നൻസി ടൈമിലുള്ള ഡെത്തും അവിടെ വരുന്നുണ്ട്. ഗർഭത്തിൽ ഇരിക്കെ മരണപ്പെടുന്ന ആളുകൾ എന്തായാലും അവരുടെ വയറിന് കുഞ്ഞുണ്ടല്ലോ, ഒരു മെറ്റേണിറ്റി ഡെത്ത് തന്നെയാണത്. അവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്ത്രീകളുടെ ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഉണ്ടല്ലോ. റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുമ്പോൾ ഒരു 15 വയസ്സ് മുതൽ 49 വയസ്സ് വരെയുള്ള ഒരു കാലയളവാണ് സ്ത്രീകളുടെ ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുന്നത്. ആ ഒരു ഏജില് മരണപ്പെടുന്ന മൊത്തം സ്ത്രീകളില് എത്ര പേര് മീൻസ് മെറ്റേണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് മരണപ്പെടുന്നുണ്ട്. ക്ലിയർ ആയോ? ആ ഒരു അനുപാതം കേട്ടോ, ആ ഒരു പ്രൊപ്പോർഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് സ്ത്രീകൾ അവരുടെ റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് വെച്ചാൽ ഒരു 15 വയസ്സ് മുതൽ 49 വയസ്സ് വരെയുള്ള കാലയളവില്
മരണപ്പെടുന്ന ആകെ സ്ത്രീകളില് എത്ര പേര് മെറ്റേണിറ്റി മൂലം മരണപ്പെടുന്നുണ്ട്, അതിനകത്ത് എത്ര പേര് പ്രസവം മൂലം മരണപ്പെടുന്നുണ്ട് എന്നതിന്റെ ആ ഒരു പ്രപ്പോർഷനാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, പ്രപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഈ പറയുന്ന മാതൃമരണ നിരക്ക്, ശിശുമരണ നിരക്ക് പൊതുവെ കുറവാണ്. പൊതുവെ മറ്റുള്ള സ്റ്റേറ്റുകളായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഇത് വളരെയധികം കുറവാണ്. അതേസമയം നമ്മുടെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ, നോർത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ധാരാളമായിട്ട് മാതൃമരണവും ശിശുമരണവും ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. ഓക്കെ, നമ്മുടെ നാട്ടിൽ കുറവാണ്. അതിനുള്ള പദ്ധതികളും എല്ലാം കൃത്യമായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. 9ാമത്തെ പോയിന്റ് ആണ് പ്രപ്പോർഷണൽ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് കേട്ടോ, ശിശുമരണ നിരക്ക്. അതായത് ഒരു 1000 കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിനകത്ത് എത്ര കുഞ്ഞുങ്ങൾ 1 വയസ്സിന് മുന്നായിട്ട് മരണപ്പെടുന്നുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പ്രഗ്നൻസിയിൽ കിടന്നു മരിക്കുന്ന കുഞ്ഞുങ്ങളും ഉണ്ടായിരിക്കും, അതോ അതിനകത്ത് ഉൾപ്പെടെ ഇൻഫാൻസ് ആണല്ലോ, നവജാത കുഞ്ഞുങ്ങളാണ്. അപ്പൊ എന്ന് പറയുമ്പോൾ 1 വയസ്സ് എത്തുന്നതിന് മുൻപ് മരണപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കും. അതായത് 1000 ലൈവ് ബർത്തിനകത്ത് 1000 കുഞ്ഞുങ്ങള് ജനിക്കുന്നിടത്ത് എത്ര കുഞ്ഞുങ്ങള് ഈ പറയുന്ന എന്താ പറയാ 1 ഇയറിന്, അതായത് 1 വയസ്സിന് മുമ്പായിട്ട് മരണപ്പെടുന്നുണ്ട് എന്നതിന്റെ ആ ഒരു പ്രപ്പോർഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതാണ് പ്രപ്പോർഷണൽ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്. ഇത്രയും ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്, MRD ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. ക്ലിയർ ആയല്ലോ? എന്തൊക്കെ പോയിന്റുകളാണ് ഇതിനകത്ത് വന്നത്? അപ്പൊ അതിനകത്ത് എക്സ്ട്രാ വന്നത് അവിടെ പഠിക്കാത്തതൊക്കെയാണ് IC റെക്കോർഡിംഗ് ഇല്ലാതെയുള്ള മെഡിക്കൽ റെക്കോർഡ്സ്, പിന്നെ മിസ്സിംഗ് റെക്കോർഡ്സ്, ഡെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്താണ്, പിന്നെ മോർട്ടാലിറ്റി റേറ്റ്, പ്രപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, പ്രപ്പോർഷണൽ ഇൻഫാന്റ് മോർട്ടാലിറ്റി. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ? ശരി, ഇനി നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകാം കേട്ടോ. നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ. ഓക്കെ, ഇനി 9ാമത്തെ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, 9ാമത്തെ ഡിപ്പാർട്ട്മെന്റ് ഇതാണ് HR കേട്ടോ. എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതന്നെ, സമയം കറക്റ്റ് ആണ് കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കാൻ നോക്കുക കേട്ടോ. ഞാൻ പ്രത്യേകം പറയാണ്, നല്ല മഴ വരുന്നുണ്ട്, നല്ല മഴയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കും. അപ്പൊ എപ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ, സേഫ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അപ്പൊ HR കേട്ടോ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഡിക്കേറ്റേഴ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ എന്താണ്? എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് അല്ലെ, ബ്രാക്കറ്റിൽ പെർസെന്റേജ് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ എംപ്ലോയീസിന്റെ, ജീവനക്കാരുടെ സംതൃപ്തി നിരക്ക് അല്ലെ, അവരുടെ ജീവനക്കാർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ആ ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ അവർക്ക് നല്ലൊരു തൊഴിൽ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാ ഉള്ളത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനാണ് അല്ലെ. അവിടുത്തെ ആ ഒരു ജീവനക്കാരുടെ സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് കേട്ടോ, അവരുടെ ആ ഒരു എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നതിന്റെ ആ ഒരു ശതമാനം, പെർസെന്റേജ്. രണ്ടാമത്തത് എംപ്ലോയി അട്രീഷൻ റേറ്റ്. അട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കൊഴിഞ്ഞു പോക്കുന്നൊക്കെ നമുക്ക് പറയാം, കൊഴിഞ്ഞു പോകുക. അതായത് നമ്മൾ ഈ ജീവനക്കാർ പല കാരണങ്ങൾ കൊണ്ട് ഒരു പക്ഷെ ആ സ്ഥാപനത്തിന് ജോലി മതിയാക്കി പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ. ചിലപ്പോൾ അവർക്ക് പുവർ സാലറി ആയതുകൊണ്ടാവാം, സാലറി കുറവായിട്ടാവാം, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള തൊഴിൽ സാഹചര്യങ്ങള് അങ്ങനെയുള്ള ഒരു പരിമിതികൾ കൊണ്ടാവാം, എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്കംഫർട്ട് കൊണ്ടൊക്കെ ചിലപ്പോ എന്തുണ്ടാവാം, അടുത്ത ജീവനക്കാര് ജോലി മതിയാക്കിയൊക്കെ തിരിച്ചു പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ വരുന്ന എംപ്ലോയി അട്രീഷൻ റേറ്റ് കേട്ടോ, ജീവനക്കാർ കൊഴിഞ്ഞു പോകുന്നതിന്റെ ഒരു ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൂടുതൽ ആളുകൾ പോകുന്നുണ്ടെങ്കിൽ അതെന്താണ്, അതൊരു നല്ല ഒരു സൂചനയല്ല തരുന്നത് അല്ലെ. ഒരുപാട് ആളുകൾ സ്ഥിരമായിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടു പോകുന്നുണ്ട്, ആ ഒരു അട്രീഷൻ റേറ്റ് കൂടുതലാണെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും മതിയായ കാരണങ്ങൾ ഉണ്ട്. അപ്പൊ ആ കാരണങ്ങൾ കണ്ടെത്താന്നുള്ളതാണ് മറ്റൊരു ഫാക്ടർ അല്ലെ. അടുത്തതാണ് 3ാമത്തെ പോയിന്റ് ആണ് എംപ്ലോയി ആബ്സെന്റീസം റേറ്റ് അല്ലെ. അതായത് ഹാജരാകാത്ത എംപ്ലോയീസ് ഉണ്ടായിരിക്കും അല്ലെ, ലീവ് എടുക്കുന്ന അല്ലെ, കൂടുതൽ കാലങ്ങളോടൊക്കെ ലീവ് എടുത്ത് പോകുന്ന അല്ലെങ്കിൽ അത്തരം ലീവിലിരിക്കുന്ന എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ അവരുടെ ശതമാനം കൃത്യമായിട്ട് നോക്കണം, അതും ഒരു ഇൻഡിക്കേറ്റർ ആണ്. 4ാമത്തെ പോയിന്റ് ഇതാണ് പെർസെന്റേജ് ഓഫ് എംപ്ലോയീസ് ഹു ആർ ഇൻഫോംഡ് ഓഫ് എംപ്ലോയി റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് വെൽഫെയർ സ്കീംസ്. എന്താണ് പറയുന്നത്? പെർസെന്റേജ് ഓഫ് എംപ്ലോയീസ് ഹു ആർ ഇൻഫോംഡ് ഓഫ് എംപ്ലോയി റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് വെൽഫെയർ സ്കീംസ്.
അതായത് ജീവനക്കാരുടെ അവകാശങ്ങൾ അല്ലെ, അവരുടെ ക്ഷേമ പദ്ധതികൾ, വെൽഫെയർ സ്കീമുകൾ, അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചൊക്കെ ഇൻഫോം ചെയ്യുന്ന ജീവനക്കാരുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ അവരുടെ അവകാശങ്ങൾക്ക് അല്ലെ, അവരുടെ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, അതിനു വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും, ജീവനക്കാരുണ്ടായിരിക്കും അല്ലെ. അവരുടെ പെർസെന്റേജ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന എന്താ പറയാ ആളുകൾ തമ്മിൽ, എംപ്ലോയീസ് തമ്മിൽ എത്രത്തോളം കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നുള്ളത് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ. നല്ലൊരു കോർഡിനേഷനും കമ്മ്യൂണിക്കേഷനും ഉണ്ടെങ്കിലാണ് ഇത്തരത്തിലുള്ള വെൽഫെയർ പദ്ധതികളും അതിനൊക്കെ വേണ്ടിയിട്ട് ആളുകൾ വാദിക്കുള്ളൂ അല്ലെ. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അതിലൂടെ മെഷർ ചെയ്യാൻ പറ്റും. ആരുടെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ? ജീവനക്കാർക്കിടയിൽ എത്രത്തോളം നല്ല രീതിയിൽ അവർ കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അതിലൂടെ അളക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ പറഞ്ഞത്? ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടാവും. ആ ഒരു ഓർഗനൈസേഷൻ നല്ലൊരു രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം പ്രവർത്തിച്ചുകൊണ്ട് കാര്യമില്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുപോലെ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം അല്ലെ. എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗത്തിലുമുള്ള ജീവനക്കാര് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തും കോർഡിനേറ്റ് ചെയ്തും സിൻക്രണൈസ് ഒക്കെ ചെയ്തിട്ട് വേണം നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട്. അപ്പൊ ആ എംപ്ലോയീസുകൾ തമ്മിൽ എത്രത്തോളം കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തെ പോയിന്റ്, ഫിഫ്ത് പോയിന്റ് ഇതാണ്, പെർസെന്റേജ് ഓഫ് സ്റ്റാഫ് പ്രൊവൈഡഡ് പ്രീ എക്സ്പോഷർ പ്രൊഫൈൽ ആക്സസ്. ഇതാണ് പെർസെന്റേജ് ഓഫ് സ്റ്റാഫ് പ്രൊവൈഡഡ് പ്രീ എക്സ്പോഷർ പ്രൊഫൈൽ ആക്സസ്. എന്താണ് ഈ പ്രൊഫൈൽ ആക്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രൊഫൈൽ ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിരോധം അല്ലെ, പ്രതിരോധം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രീ എക്സ്പോഷർ പ്രൊഫൈൽ ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് HIV പോലെയുള്ള പേഷ്യൻസ്, HIV പോലെ അസുഖം വരുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആളുകളോ എന്തെങ്കിലും മെറ്റീരിയൽസോ അല്ലെ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകുമ്പോൾ അത്തരം രോഗങ്ങളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, ഹെൽത്ത് വർക്കേഴ്സ്. അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് മുൻകൂട്ടി എടുക്കുന്ന ചില മെഡിസിൻസ് ആണ് ഉദ്ദേശിക്കുന്നത് എക്സ്പോഷർ ചെയ്യുന്നത്. മനസ്സിലായി? അതുകൊണ്ടാണ് പ്രീ എന്ന് പറയുന്നത്. അതായത് അതിന് മുന്നോടിയായിട്ട് പ്രധാനമായിട്ടും പറയുന്നത് HIV പോലുള്ള അസുഖങ്ങളുള്ള അത്തരം അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഹെൽത്ത് വർക്കേഴ്സ് എന്ത് ചെയ്യണം? അവരൊരു പ്രിക്കോഷൻ എടുക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ട് അതൊക്കെ ആയിട്ട് സമ്പർക്കം ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ എടുക്കുന്ന മരുന്നുകളെയാണ് അവിടെ പ്രീ എക്സ്പോഷർ പ്രൊഫൈൽ ആക്സസ്. പ്രീ എന്ന് പറയാൻ കാരണം എന്താണ്? അതിന് മുന്നോടിയായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അതുപോലെ പോസ്റ്റ് ഉണ്ട്, പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈൽ ആക്സസ് ഉണ്ട്. സമ്പർക്കത്തിൽ വന്നതിന് ശേഷം പിന്നീട് പ്രിവെൻഷന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നുകളുണ്ട്. അപ്പൊ നമ്മൾ പോസ്റ്റ് എക്സ്പോഷർ എന്നാണ് പറയുന്നത്, പ്രീ എക്സ്പോഷർ ആണ് കേട്ടോ. പ്രൊഫൈൽ ആക്സസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പ്രിവെന്റ് എന്നാണ് കേട്ടോ. പ്രതിരോധം, തടയുക എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? സാധാരണയായിട്ട് നമ്മുടെ അതായത് ചില മരുന്നുകളുണ്ട്. മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ട്രുവാഡ നോട്ട് ചെയ്യണ്ട, ജസ്റ്റ് കേട്ടാൽ മതി. ട്രുവാഡ, അതുപോലെ തന്നെ ഡിസ്കോവി എന്നൊക്കെ പറയുന്ന ചില മരുന്നുകളുണ്ട്. അതൊക്കെ ഇങ്ങനെയുള്ള HIV പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട്. അവരൊക്കെ ആയിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പായിട്ട് പ്രിക്കോഷനൊക്കെ വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നുകളാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ അത്രയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ്. എന്തൊക്കെയാണ്? എംപ്ലോയീസിന്റെ ആ ഒരു സംതൃപ്തി സൂചിക, അതുപോലെ അവരുടെ കൊഴിഞ്ഞു പോകലിന്റെ ശതമാനം, എത്ര എംപ്ലോയീസ് ആബ്സെന്റ് ആകുന്നുണ്ട് എന്നതിന്റെ റേറ്റ്, പിന്നെ എംപ്ലോയീസിന്റെ അവകാശങ്ങൾ, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന അതിനുവേണ്ടി അത്തരം കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ജീവനക്കാരുടെ ശതമാനം, അതുപോലെ തന്നെ എന്താണ് ഇത്തരം പ്രൊഫൈൽ ആക്സസ് അല്ലെ, പ്രീ എക്സ്പോഷർ പ്രൊഫൈൽ ആക്സസ് മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന അത്തരം അങ്ങനെയുള്ള സ്റ്റാഫുകളുടെ ശതമാനം. ഓക്കെ, അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇനി അടുത്തത് പത്താമത്തെ ഏതാണ് ഡിപ്പാർട്ട്മെന്റ്? ഡിസ്ചാർജ് സമ്മറി അല്ലെ. ഡിസ്ചാർജ് സമ്മറി എന്നല്ല, ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ് കേട്ടോ. ടൈം ടേക്കൺ ഫോർ ദ ഡിസ്ചാർജ് അല്ലെ, ആ ഒരു പോയിന്റ്. അതായത് ഡിസ്ചാർജിന് എടുക്കുന്ന സമയം, എത്ര ടൈം കൊണ്ടാണ് അവിടെ ഡിസ്ചാർജ് നടക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ ആണ്. ഇതിൽ അത് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഇനി 11ാമത്തെ ഡിപ്പാർട്ട്മെന്റ് ഇതാണ്, മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് അല്ലെ. അവിടുത്തെ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അവിടെ വരുന്നത് 2 പോയിന്റ് ആണ്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം.
അതാണ് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ബയോമെഡിക്കൽ എക്യുപ്മെന്റ് അഥവാ ജനറൽ എക്യുപ്മെന്റ്. ശരിക്കും പറഞ്ഞിട്ടാണ് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം. അപ്പൊ ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശിക്കുന്നത്? It is the time to take. It is the time taken to fix the equipment that has been breakdown or malfunction. അതായത് ഇപ്പോ ചില എക്യുപ്മെന്റ്സുകൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഇപ്പൊ ബയോമെഡിക്കൽ എക്യുപ്മെന്റ് ആവാം, ജനറൽ എക്യുപ്മെന്റ്സ് ആവാം. ചിലപ്പോ മാൽഫങ്ഷൻ ആവാം അല്ലെ, അത് കേടുപാട് വരിക, അല്ലെങ്കിൽ അത് പ്രവർത്തന രഹിതമാവാം, ബ്രേക്ക് ഡൗൺ ആവാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ ഒരു എക്യുപ്മെന്റ് ഫിക്സ് ചെയ്യാനായിട്ട് അതൊന്ന് റെഡി ആക്കാനായിട്ട് എടുക്കുന്ന ഒരു ടൈമാണ് എന്തുദ്ദേശിക്കുന്നത്? ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം. മനസ്സിലായോ? അതായത് ഒരു പ്രവർത്തനരഹിതമായിട്ടുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്, ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള എക്യുപ്മെന്റ്, മാൽ ഫംഗ്ഷൻ ആയിട്ടുള്ള എക്യുപ്മെന്റിനെ എന്താ പറയുക ഫിക്സ് ചെയ്യാനായിട്ട്, അതിനെ കറക്റ്റ് ആക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന, അതിനെ റിപ്പയർ ഒക്കെ ചെയ്യാനായിട്ട് എടുക്കുന്ന ആ ഒരു ടൈമാണ് എന്ത്? ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം എന്ന് പറയുന്നത്. അതൊരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം കൂടുതലാണെങ്കിൽ, ആ ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം കൂടുതലാണ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ ഒരുപാട് സമയം എടുത്തിട്ടാണ് അത്തരം എക്യുപ്മെന്റ്സ് ഒക്കെ റിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അത് അത്ര കണ്ട് എന്തിനെ ബാധിക്കും? ഹോസ്പിറ്റലിലെ സേവനങ്ങളെ ബാധിക്കില്ലേ? തീർച്ചയായിട്ടും ബാധിക്കും അല്ലെ. നമ്മൾ എത്രയൊരു എക്യുപ്മെന്റ് നന്നാക്കാൻ കൊടുത്തു, കുറെ നാളുകളോട് പിടിച്ചിട്ടാണ് അത് നന്നാക്കി കിട്ടണേന്ന് വെച്ചിട്ട് അത്രയും കാലം കൊണ്ട്, അത്രയും കാലത്തിൽ ആ ഒരു എക്യുപ്മെന്റിനുള്ള സർവീസ് ഒക്കെ അവിടെ എന്താവാണ്? സ്റ്റോപ്പ് ആവാണ് അല്ലെ. അപ്പൊ നമുക്ക് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിലൂടെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ. അടുത്തത് രണ്ടാമത്തെ പോയിന്റ് ആണ് എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ്. OT, ഓപ്പറേഷൻ തിയേറ്ററിലായിക്കോട്ടെ, ICUലായിക്കോട്ടെ, ജനറൽ എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിൽ പല ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇന്റൻസീവ് കെയർ യൂണിറ്റിനകത്തുണ്ട്, പിന്നെ ജനറൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ യൂട്ടിലൈസേഷൻ എത്രത്തോളം, ഹൗ എഫിഷ്യന്റ്ലി ഇത് എക്യുപ്മെന്റ് ഇസ് യൂസ്ഡ്, എത്രത്തോളം കാര്യക്ഷമമായിട്ട് നമ്മളുടെ എക്യുപ്മെന്റ്സ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നതിന്റെ പെർസെന്റേജും ഒരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ ആണ്. ഇപ്പൊ ചില ഹോസ്പിറ്റലുകാര് ഭയങ്കര എക്സ്പെൻസീവ് അല്ലെ, വളരെ കോസ്റ്റ്, വളരെ ചെലവൊക്കെ എടുത്ത് പൈസയൊക്കെ മുടക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? എക്യുപ്മെന്റ്സ് വാങ്ങും അല്ലെ. അപ്പൊ എക്യുപ്മെന്റ്സ് വാങ്ങുമ്പോൾ ചിലപ്പോ എന്താണ്, അതുകൊണ്ട് വല്ല സർവീസോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോ അവിടെ നടക്കുന്നുണ്ടാവില്ല. പക്ഷെ വലിയ തുകയൊക്കെ കൊടുത്ത് വലിയ വലിയ എക്യുപ്മെന്റ് ഒക്കെ വാങ്ങിച്ചിടും അല്ലെ. അപ്പൊ അത് നമുക്ക് ഉപയോഗശൂന്യമാണ്. എപ്പോഴും എന്താണ്, ലൈവായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ വേണം എപ്പോഴും അവിടെ വാങ്ങിച്ചു വെക്കാനായിട്ട്. ആവശ്യമില്ലാത്ത എക്യുപ്മെന്റ്സ് ഒന്നും ഒരു കാരണവശാലും വാങ്ങേണ്ട കാര്യമില്ല. ഞാനൊരു ഹോസ്പിറ്റലിൽ എത്രത്തോളം സേവനങ്ങൾ ഉണ്ടോ, എന്തൊക്കെ സേവനങ്ങൾ ചെയ്യുന്നുണ്ടോ അതിന് അനുസരിച്ചുള്ള എക്യുപ്മെന്റ് മതി അല്ലെ. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്, എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ ഓരോ എക്യുപ്മെന്റ്സ് അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഈ യൂട്ടിലൈസ് ചെയ്യപ്പെടാതെ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടോ, അത് അധിക ചെലവാണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളതിന്റെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ്. ഇവിടെയുള്ള എക്യുപ്മെന്റ്സ് ആവാം, ഓപ്പറേഷൻ തിയേറ്ററിലുള്ളതാവാം, ICUലുള്ളതാവാം, ജനറൽ എക്യുപ്മെന്റ്സ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ ആണ്. അപ്പൊ ഇതോട് കൂടിയിട്ട് ഇനി കുറച്ച് ഭാഗം നമുക്ക് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വായിക്കാനുള്ളൂ. ഇതാണ് നമ്മുടെ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് NABHന്റെ മെയിൻ ഭാഗങ്ങൾ ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം കുറച്ച് കാര്യങ്ങൾ. അടുത്തൊരു ഇതാണ് നമ്മൾ പഠിക്കുന്നത്, എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ദ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ. ഇതാണ് എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ. അതായത് ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന്, അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗ്യത എന്താണ്? എന്താണ് യോഗ്യത? എന്തൊക്കെ എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ. അതായത് ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന്, അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്താണ്, യോഗ്യത എന്താണ്? അപ്പൊ നമുക്ക് പോയിന്റ് നോക്കാം. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അഥവാ HCO ദാറ്റ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് റിക്വയർമെന്റ്സ്. എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ്? ഒന്നാമത്തെ പോയിന്റ് ഇത് കേൾക്കാം. കറന്റ്ലി ഇൻ ഓപ്പറേഷൻ ആസ് എ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഇറ്റ് ഷുഡ് ബി above 50 beds since the hospitals below 50 beds will come under SHCO standards. ഇത് നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്ററിനകത്ത് പഠിച്ചിരുന്നു, നമുക്ക് ഓർമ്മയുണ്ടാവും. അതായത് NABH ഹോസ്പിറ്റലിന്റെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് രണ്ട് ക്ലാസിഫിക്കേഷൻ തരാം കണ്ട. NABH മെയിൻലി ഡിവൈഡ്സ് ദ ഹോസ്പിറ്റൽ ഇൻടു 2 മെയിൻ ഡിവിഷൻസ്. ഏതൊക്കെയാണെന്ന്? SHCO ഇല്ലേ, പഠിച്ചില്ലേ നമ്മൾ? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത്
ലെസ് ദാൻ 50 ബെഡ്സ് അല്ലെ, 50 ബെഡില് കുറവുള്ള ഹോസ്പിറ്റലിനാണ് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. 50 50 കൂടുതലുള്ള ഹോസ്പിറ്റലിനെ നമ്മൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. അപ്പൊ അതേ പോയിന്റ് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമുക്കൊരു അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന് എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണുള്ളത്. അതായത് ഒരു സാധാരണ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ നിർബന്ധമായിട്ട് എന്ത് വേണം, മോർ ദാൻ എബോവ് 50 ബെഡ്സ് ഉണ്ടായിരിക്കണം അല്ലെ, 50 ബെഡുകളിൽ കൂടുതൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതേസമയം ഹോസ്പിറ്റൽസ് ബിലോ 50 ബെഡ്സ്, 50 ബെഡിലും താഴെയുള്ള ഹോസ്പിറ്റലുകളാണെങ്കിൽ അല്ലെ, 50 ബെഡിലും താഴെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണ് പറയാ. അപ്പൊ അത്തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ ഏത് സ്റ്റാൻഡേർഡിന്റെ കീഴിലായിരിക്കും വരിക, SHCO സ്റ്റാൻഡേർഡ്സിന്റെ കീഴിലായിരിക്കും വരിക. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ അതാണ് അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഒന്നാമത്തെ എലിജിബിലിറ്റി. അതായത് സാധാരണ ഒരു ഓർഗനൈസേഷൻ 50 ബെഡിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന രീതിയിൽ അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആവുള്ളൂ. ഇനി സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അവിടെ 50 ബെഡിൽ താഴെയല്ലേ ഉണ്ടാവുള്ളൂ. അത്തരം ഹോസ്പിറ്റലുകൾ SHCO സ്റ്റാൻഡേർഡുകളുടെ കീഴിലായിരിക്കും പ്രവർത്തിക്കുന്നത്. ഓക്കെ ആണല്ലോ. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ദ ഹോസ്പിറ്റൽ ഹാസ് ദ മിനിമം വോള്യൂം ഓഫ് പേഷ്യൻസ് which will evaluate the quality of care given to the patients, which is presently 30%. എന്താണ് മനസ്സിലായോ പറഞ്ഞത്? The hospital has the minimum volume of patients which will evaluate the quality of care given to the patients, which is presently 30%. അതായത് നമുക്കിപ്പോ ഒരു ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യണം. ക്വാളിറ്റി അഷുറൻസ് ആണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും ഒരു ഉയർന്ന നിലവാരമുള്ള പരിചരണം കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായിട്ട് ആ ഒരു ഹോസ്പിറ്റല് നിർബന്ധമായിട്ടും ചികിത്സിക്കേണ്ട ഒരു മിനിമം നമ്പർ ഓഫ് പേഷ്യൻസ് എന്ന് പറഞ്ഞ എത്രയുണ്ടാവും, ഒരു 30% ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു 30% ആളുകളെയെങ്കിലും ട്രീറ്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിന് മാത്രമേ, അത്തരം ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി മാത്രമേ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. കുറഞ്ഞത് ഏറ്റവും മിനിമം കണക്കാണ് കേട്ടോ പറഞ്ഞത്. കുറഞ്ഞത് ഒരു 30% പേഷ്യൻസിന് അവിടെ എന്ത് ചെയ്യണം, ട്രീറ്റ്മെന്റ് കൊടുത്തിരിക്കണം. അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി, അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിന് മാത്രമേ നമുക്ക് ആ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്ത് ക്വാളിറ്റി മെഷർ ചെയ്ത് അക്രഡിറ്റേഷന് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 1 or 2 ആളുകൾ വരുന്ന ഒരു എന്ന് പറയുമ്പോൾ അതിന് ചികിത്സയ്ക്ക് വരുന്നത് നമുക്കൊരു ഹോസ്പിറ്റൽ എന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്കൊരു ക്ലിനിക് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ കുറഞ്ഞതാണ് പറയുന്നത്. ഒരു ഉയർന്ന നിലവാരമുള്ള പരിചരണം കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഒരു ഹോസ്പിറ്റലിൽ നിർബന്ധമായിട്ടും ചികിത്സിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ആളുകളുടെ എണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 30% ആണ്. അതാണ് വിച്ച് ഈസ് പ്രസന്റ്ലി 30%. അതിപ്പോ ഇപ്പോഴത്തെ കാലത്ത് ഒരു 30% ആളുകൾ ചികിത്സിക്കുന്ന സ്ഥലമാണോ, അങ്ങനെയാണെങ്കിൽ അത് അക്രഡിറ്റേഷന് എലിജിബിൾ ആണ്. എലിജിബിൾ ആണെന്ന് വെച്ചാൽ അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടി, അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആണ് കേട്ടോ. റിക്വസ്റ്റ് ചെയ്യാനായിട്ട് അവര് എലിജിബിൾ ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. The organization that commits to abide by NABH standards and applicable legal and statutory, legal or statutory or regulatory requirements. വേറൊന്നല്ല പറയുന്നത്, ഏതൊരു ഓർഗനൈസേഷൻ നിർബന്ധമായിട്ടും NABH സ്റ്റാൻഡേർഡ്സുകളും മറ്റ് ലീഗൽ, സ്റ്റാറ്റ്യൂട്ടറി, റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സുകൾ, ആ റിക്വയർമെന്റ്സ് ഒക്കെ കൃത്യമായിട്ടും പാലിച്ചിരിക്കണം. അങ്ങനെ പാലിക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് മാത്രമേ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നു. മനസ്സിലായോ? അല്ലാതെ വെറുതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് പറ്റില്ല. NABH സ്റ്റാൻഡേർഡ്സുകളും അതുപോലെ നമുക്കറിയാം ഹോസ്പിറ്റലിൽ പാലിക്കേണ്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ, ചില ലോ ഉണ്ട് അല്ലെ, ലീഗൽ, സ്റ്റാറ്റ്യൂട്ടറി, റെഗുലേറ്ററി ഭാഗങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അത്തരം റിക്വയർമെന്റ്സ് ഒക്കെ അവര് എല്ലാ ഓർഗനൈസേഷനും കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. അങ്ങനെയുള്ള ഓർഗനൈസേഷന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കൂ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ, അടുത്തത്, the health care organization should have implemented NABH standards in the HCO for a minimum of 3 months. ആ 3 months എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതായത് എന്താണ് 3 monthsന്റെ കണക്ക് പറയുന്നത്? ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് NABH സ്റ്റാൻഡേർഡുകൾ കുറഞ്ഞത്, മിനിമം ആണ് പറയുന്നത് കേട്ടോ,
കുറഞ്ഞത് 3 മാസമെങ്കിലും ആ ഒരു ഓർഗനൈസേഷൻ NABH സ്റ്റാൻഡേർഡുകൾ അവിടെ നടപ്പിലാക്കിയിരിക്കണം. നമ്മളൊരു മുന്നത്തെ തന്നെ ഒരു പോയിന്റ് പറഞ്ഞില്ലേ, NABH സ്റ്റാൻഡേർഡുകൾ മറ്റ് ലീഗൽ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് ഒക്കെ എല്ലാ ഓർഗനൈസേഷനും പാലിക്കണം എന്ന് പറഞ്ഞു. ഇനി ഈ NABH സ്റ്റാൻഡേർഡുകൾ കുറഞ്ഞതൊരു 3 മാസമെങ്കിലും നടപ്പിലാക്കിയിരിക്കണം ആ ഹോസ്പിറ്റലിൽ. എന്നാൽ മാത്രമേ അവർക്ക് എന്തിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് മിനിമം ആണ് അവർ പറഞ്ഞത്. മിനിമം 3 months ആണ് കേട്ടോ പറഞ്ഞത്. ഏറ്റവും കുറഞ്ഞ അളവാണ് 3 മാസമെങ്കിലും ചുരുങ്ങിയത് ഈ NABH സ്റ്റാൻഡേർഡുകൾ അവിടെ നടപ്പിലാക്കിയിരിക്കണം. അങ്ങനെയുള്ള ഹോസ്പിറ്റലിന് മാത്രമേ അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത ഉണ്ടായിരിക്കുള്ളൂ. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഓർക്കാനുള്ളത്. ഒരു കാര്യം ഓർക്കുക, അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടത്. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്തായാലും എബോവ് 50 ബെഡ്സുകൾ ഉണ്ടായിരിക്കും. 50 ബെഡ് കൂടുതലുള്ള ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് റിക്വസ്റ്റ് ചെയ്യാം, അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണെങ്കിൽ 50 ബെഡിൽ താഴെയായിരിക്കുമല്ലോ. അങ്ങനെയുള്ളവര് SHCO സ്റ്റാൻഡേർഡ്സിന്റെ കീഴിലായിരിക്കും പ്രവർത്തിക്കേണ്ടി വരിക. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ക്വാളിറ്റി കെയർ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് കുറഞ്ഞതൊരു 30% പേഷ്യൻസിനെ കുറഞ്ഞത് അവിടെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഈ പറയുന്ന എല്ലാ ഓർഗനൈസേഷനും NABH സ്റ്റാൻഡേർഡ്സുകളും മറ്റ് ലീഗൽ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സുകളൊക്കെ പാലിച്ചിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു NABH സ്റ്റാൻഡേർഡ്സുകൾ കുറഞ്ഞതൊരു 3 മാസമെങ്കിലും ആ ഒരു ഹോസ്പിറ്റലിൽ നടപ്പിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ അവര് എലിജിബിൾ ആവുള്ളൂ കേട്ടോ. ഓക്കെ, അക്രഡിറ്റേഷൻ എലിജിബിൾ ആവില്ല. അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഒരു അപ്ലിക്കേഷൻ കൊടുക്കണം. പിന്നെ അവർ ചെക്ക് ചെയ്തതിന് ശേഷമാണ് അക്രഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ആണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. These standards are to be used by the whole organization and not for a certain service within the organization. നമ്മൾ ഈ പറയുന്ന സർവീസുകൾ എന്ന് പറഞ്ഞാല് അത് അല്ല, ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെ, എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എല്ലാം തന്നെ ഒരു ഹോസ്പിറ്റലിന് മുഴുവൻ ബാധകമാണ്. അല്ലാണ്ട് അവിടുത്തെ ഒരു ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിശ്ചിത സർവീസിനോ മാത്രമായിട്ട് ഒതുങ്ങുന്ന എന്താ പറയാ ആവശ്യങ്ങളല്ല, എലിജിബിൾ അല്ല. മൊത്തത്തിൽ എന്തായിരിക്കണം, ഈ ഹോസ്പിറ്റല് എല്ലാത്തിനും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പാലിച്ചിരിക്കണം കേട്ടോ. ഓർഗനൈസേഷൻസ് പ്രൊവൈഡ് ദ മൾട്ടിപ്പിൾ സർവീസസ് and the standards are equally applicable. They are equally applicable to all services within the healthcare organization. Okay, healthcare organization എല്ലാ സർവീസും മൊത്തത്തിൽ ഹോസ്പിറ്റലിൽ മൊത്തം എന്താണ് ഇത് അപ്ലിക്കബിൾ ആണ്. ഈ പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് അപ്ലിക്കബിൾ ആണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നോക്കൂ, ഒരു ചെറിയ ഇത് തന്നേക്കത് പഠിക്കാനെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം കൊടുത്തതാണ് കേട്ടോ. ഓക്കെ, NABH അല്ലെ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. NABHന്റെ ഫുൾ ഫോം ആണ് കേട്ടോ. അപ്പൊ അവരുടെ ഒരു സർട്ടിഫിക്കറ്റിന്റെ ഒരു മോഡലാണ്. ഇതുപോലെ ഇരിക്കും സർട്ടിഫിക്കറ്റ് കേട്ടോ. ഇത് ഏത് നോക്കൂ, ഇവിടെ എഴുതിയിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് ബോർഡ് ഓഫ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെ, നമ്മൾ പഠിച്ചതാണ് അല്ലെ. NABH എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെ, ആ ഒരു വിഭാഗത്തിന്റെ അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോണോമസ് അല്ലെ, ഒരു സ്വയം ഭരണ സ്ഥാപനമാണ് NAB എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഏത് ഹോസ്പിറ്റലിന് കൊടുത്ത അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ആണ് നോക്കി, മംഗള ഹോസ്പിറ്റൽ കേട്ടോ. മംഗള ഹോസ്പിറ്റൽ ആൻഡ് മംഗള കിഡ്നി ഫൗണ്ടേഷൻ, ബജ്ര ഹിൽസ്, കദ്രി റോഡ്, മംഗളൂരു കേട്ടോ, കർണാടക. അതായത് കർണാടകയിലെ മംഗളൂരു, കർണാടകയിലുള്ള ഒരു മംഗള ഹോസ്പിറ്റലിന് കൊടുത്ത ഒരു NABH സർട്ടിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നോക്ക്, ഈ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒറ്റയടിക്കല്ല അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അതിന് കുറെ ഘട്ടമായിട്ടാണ് കേട്ടോ. ഓരോ ഘട്ടമായിട്ടാണ് അവർ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഇത് നമുക്ക് ഇവർക്ക് കൊടുത്തേക്കുന്ന ഏരോ പോയിട്ടുണ്ട്. ഇവർക്ക് കിട്ടിയ അക്രഡിറ്റേഷൻ പ്രീ അക്രഡിറ്റേഷൻ ആണ്. അതായത് എൻട്രി ലെവൽ അക്രഡിറ്റേഷൻ മാത്രമേ ഇവർക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. എൻട്രി ലെവൽ ആണ്. അത് കഴിഞ്ഞ പ്രോഗ്രസീവ് ലെവൽ ഉണ്ട്. ഏറ്റവും ഒടുവിലാണ് അക്രഡിറ്റേഷൻ എന്നുള്ള രീതിയിൽ കിട്ടുന്നത്. മനസ്സിലായോ? ആദ്യത്തെ ഒരു എൻട്രി ലെവൽ അക്രഡിറ്റേഷൻ ഉണ്ട്. അത് കുറച്ച് സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സിൽ അവർ പറയുന്ന ആ കുറച്ച് സ്റ്റാൻഡേർഡ്സുകൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എൻട്രി ലെവൽ പാസ്സായി നമുക്ക് പറയുന്നത്. നമ്മള് എക്സാം ഒക്കെ എഴുതില്ലേ, ഒരു പ്രിലിമിനറി എഴുതും, ഒരു മെയിൻ എഴുതും എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഒരു എൻട്രി ലെവൽ കഴിയും. പിന്നെ അതിന് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ്സ് അവരെ സാറ്റിസ്ഫൈ ചെയ്തവർക്ക് പ്രോഗ്രസീവ് ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കേഷൻ ഈ ഒരു ലെവൽ കൊടുക്കും.
അതും കൂടെ ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഫൈനൽ ഒരു അക്രഡിറ്റേഷൻ ലഭിക്കുന്നു. ഈ ഒരു ഹോസ്പിറ്റലിന് കിട്ടിയിരിക്കുന്ന എൻട്രി ലെവലാണ് കേട്ടോ. ആരോ കണ്ടില്ലേ, ഫ്രീ അക്രഡിറ്റേഷൻ എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ ആണ് കിട്ടിയത്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇറ്റ് ഹാസ് ബീൻ അസസ്ഡ് ആൻഡ് ഫൗണ്ട് ടു കംപ്ലൈ with NABH pre-accreditation entry level hospital requirements. Okay, this certificate is valid for the scope as specified in the annex subject to continued compliance with the entry level requirements. അതായത് ഇവര് ഈ പറയുന്ന എൻട്രി ലെവൽ റിക്വയർമെന്റ്സ് എല്ലാം അവർ സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിന്റെ ഒരു വാലിഡിറ്റി 2 വർഷമാണ് കേട്ടോ. 2 year ആണ് കൊടുത്തേക്കുന്നത്. നോക്കൂ, വാലിഡ് ഫ്രം സെപ്റ്റംബർ 24th 2019 ടു വാലിഡ് ത്രൂ 2021. 2 വർഷം കേട്ടോ. 3 വർഷത്തെ ഒരു കാലാവധി മാത്രമാണ് അതിന് ആ ഒരു സർട്ടിഫിക്കേഷൻ ഉള്ളൂ കേട്ടോ. അതിനുള്ളിൽ വീണ്ടും ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ നടന്നിട്ട് പുതിയ ലെവലിലേക്ക്, പ്രോഗ്രസീവ് ലെവലിലേക്ക് വരാൻ നോക്കണം. അത് കഴിഞ്ഞ് ഫൈനൽ അക്രഡിറ്റേഷൻ ലെവലിലേക്ക് എത്താനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഒരു സൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? പിന്നെ ലാസ്റ്റ് ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു സർട്ടിഫിക്കറ്റിന്റെ മോഡലാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഈ ചാപ്റ്റർ നമ്മൾ തുടങ്ങിയപ്പോൾ നിങ്ങൾ പഠിച്ച് വായിച്ചൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ആ തുടക്കം വന്ന ആ ഒരു വിഷമം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുമില്ല, ഒരു വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. പഠിക്കാൻ വളരെ കുറച്ച് കണ്ടന്റുകളേ ഉള്ളൂ. പക്ഷെ വലിയ ചാപ്റ്റർ ആയിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ക്വാളിറ്റി അഷുറൻസ് എന്താന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ. ഇനി നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ റിപ്പീറ്റഡ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയാം, ഈ ഒരു ചാപ്റ്റർ പഠിച്ച് നിങ്ങൾക്ക് ഭയങ്കര ഉപകാരമുണ്ട്. കാര്യം ഈ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. തേർഡ് ആണ് 4th മൊഡ്യൂൾ ആണെന്ന് അറിയില്ല. ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് പഠിക്കുമ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം ഈ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകളൊക്കെ നമ്മൾ ഇവിടെ പഠിച്ചത് കുറേം കൂടെ വിശദമായിട്ട് അവിടെ കേൾക്കുന്നു. അപ്പൊ അവിടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പുതുമ തോന്നില്ല. ഇവിടെ കേട്ടല്ലോ കുറച്ച്, കേട്ടോന്ന് എനിക്കറിയില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വലിയ പുതുമ ഒന്നും തോന്നില്ല. കുറെ കൂടെ പഠിക്കാൻ അവിടെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പൊ ക്വാളിറ്റി അഷുറൻസിൽ ക്വാളിറ്റി കൺട്രോൾ എന്താണ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്താണ്, അതുപോലെ തന്നെ ക്വാളിറ്റി അഷുറൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ബോൾഡായിട്ട് എഴുതിയിട്ടുള്ള സെന്റൻസ് ഇല്ല, അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ അദ്ദേഹത്തിന്റെ കീ റെസ്പോൺസിബിലിറ്റി അല്ലെ, ഉത്തരവാദിത്തങ്ങളൊക്കെ കണ്ടു. പിന്നെ ഒരു ക്വാളിറ്റി എന്താ പറയാ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഘടന നമ്മൾ മനസ്സിലാക്കി. ആ ഘടന കാണാനൊന്നും പഠിക്കണ്ട, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. ടോപ്പ് മാനേജ്മെന്റിൽ ഇരിക്കുന്നവര് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണെന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ അക്രഡിറ്റേഷനിലോട്ട് വന്ന് അല്ലെ, അംഗീകാരം. അതൊരു നമ്മൾ പറഞ്ഞൊരു പബ്ലിക് റെക്കഗ്നീഷനെയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ അക്രഡിറ്റേഷൻ മൂലം എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലെ, അത് നമുക്ക് പറഞ്ഞു. പേഷ്യൻസിന്റെ ബെനിഫിറ്റ് എടുത്ത് പഠിച്ചിട്ടുണ്ട്. ഓർഗനൈസേഷൻ എന്തൊക്കെ ബെനിഫിറ്റ്സുകൾ ഉണ്ട്, അതുപോലെ സ്റ്റാഫുകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്. കോമൺ ആയിട്ടുള്ള അക്രഡിറ്റേഷൻ ബോഡീസ് ഏതൊക്കെയാണ്. അപ്പൊ നമ്മൾ NABH ഉണ്ട്, NABL ഉണ്ട്, ACHSI ഉണ്ട്, JCI ഉണ്ട്. അതിന്റെ ഫുൾ ഫോമുകളൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ ലാബ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ 4 വർഷം കൂടുമ്പോഴും അവരവരുടെ നയങ്ങൾ പരിഷ്കരിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് 5ാമത്തെ എഡിഷൻ ആണ്. പിന്നെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ കേട്ടോ. സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ പഠിച്ച കാര്യമാണ് കേട്ടോ. ക്വാളിറ്റി കോൺസ്റ്റിറ്റ്യൂവന്റ് ബോർഡ് ഓഫ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു എന്തൊക്കെ ആവശ്യകതകളാണ് ഉള്ളത്. മാനുവൽസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, കമ്മിറ്റി വേണം. പിന്നെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, അതിൽ 32 എണ്ണം നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ അതോടുകൂടി ആ ചാപ്റ്റർ ശരിക്കും തീർന്നു. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഓരോ ഈ പറഞ്ഞ 32 ഇൻഡിക്കേറ്റേഴ്സിന് ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് തെളിയിക്കാനായിട്ട് പറഞ്ഞു. ഇതോട് കൂടിയിട്ട് ചാപ്റ്റർ അവസാനിക്കാണ്ട്. അപ്പൊ നമുക്കൊരു പുതിയൊരു ചാപ്റ്റർ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങിയിരിക്കാം. അടുത്തൊന്ന് തുടങ്ങിയിരിക്കുന്നുള്ളൂ. തുടങ്ങാലോ? ഓക്കെ ആണല്ലോ നിങ്ങള്? അടുത്തൊന്നുണ്ട്, ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? യെസ്, ബോറടിക്കുന്നുണ്ട്. നോ. അപ്പൊ എന്തെങ്കിലും 2 മിനിറ്റ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വിശേഷങ്ങളൊക്കെ പറയും. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ചാപ്റ്റർ തുടങ്ങും. വിശേഷമൊന്നുമില്ലേ? ഓക്കെ, ഇങ്ങനെ ഉണ്ടായിരുന്ന 2 ദിവസം മഴയുണ്ട്. അറിഞ്ഞില്ല, മഴയുണ്ട്, നല്ല മഴയുണ്ട്. നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ന്യൂസ് ഒക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. വല്ല അവധി വരാൻ കിട്ടുമോന്ന് അറിയാൻ വേണ്ടിട്ട് കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് അങ്ങനെ കുറച്ച് സമയം പോയി. പക്ഷെ ഇവിടെ മഴയൊന്നും ഉണ്ടായില്ല. മഴയുണ്ട്. മഴയുണ്ട്. എനിക്ക് തോന്നുന്നത് അത്
മറ്റേ ഇതിന്റെയാണ് പറയുന്നത് ന്യൂനമർദ്ദത്തിന്റെ മറ്റൊരു ചുഴലിക്കാറ്റ് തന്നെ മഴയില്ലേ ഇപ്പൊ പെയ്യുന്നത്. നമ്മുടെ സീസണൽ മഴയൊന്നും അല്ല അത്. 5 ജില്ലകൾക്ക് അവധി കൊടുത്തിട്ടുണ്ടല്ലോ. കോട്ടയം, പത്തനംതിട്ടയൊക്കെ നമ്മുടെ ജില്ലയ്ക്ക് ഇല്ല. എറണാകുളം ഇല്ല, തൃശ്ശൂർ ഇല്ല. കാസർഗോഡ് അല്ലെ. ഓക്കെ ഓക്കെ. തൃശ്ശൂർ ഉണ്ട് അല്ലെ. ഇടുക്കി കാസർഗോഡൊക്കെ അവധി ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ എറണാകുളത്തിനൊന്നും അവധി കിട്ടില്ല. അപ്പൊ രാവിലെ ആയി കഴിഞ്ഞപ്പോഴേ രാവിലെ തന്നെ മഴയുള്ള ദിവസം ഇന്ന് രാവിലെ വാർത്ത വെക്കും. അല്ലാത്ത ദിവസം വെക്കല് കുറവാണ്. മറ്റേ 24 ചാനൽ ഉണ്ടല്ലോ, അത് വെച്ചിരിക്കും. എന്നിട്ട് അത് വെച്ച് ഇങ്ങനെ കുറെ നേരം നോക്കിയിരിക്കും അവധി ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇന്നും അതിന് കുറെ സമയം ഇരുന്നു, പക്ഷെ അവധി കിട്ടിയില്ല. നാളെ കിട്ടുമോ നോക്കാം. ഓക്കെ, പിന്നെന്താ വേറെ വിശേഷങ്ങള്? എല്ലാരും വളരെ സേഫ് ആയിട്ടൊക്കെ ഇരിക്കാൻ നോക്കുക കേട്ടോ. ഇടുക്കി അവധിയാണ്, ബട്ട് ഇന്ന് മഴയില്ല. കോഴിക്കോട് ഇപ്പൊ കുറവല്ലേ. ഓക്കെ. ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലമല്ലേ കോഴിക്കോട്? ഭയങ്കര മഴയാണല്ലോ അവിടെ. തിരുവനന്തപുരം, കൊല്ലത്തോട്ടൊന്നും മഴയേ ഇല്ല എന്നാണ്. മഴയല്ല, മഴക്കാര് പോലും ഇല്ല എന്നാണ് പറയുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും. അത് ശരി, കളക്ടറിന്റെ ഡീറ്റെയിൽസ് നോക്കിയിരിക്കുകയായിരുന്നു അല്ലേ? അത് ശരി. പക്ഷെ മിക്കവാറും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ നേരത്തെ തന്നെ അവരെ അറിയിക്കും. കാര്യം ഒരു പ്രാവശ്യമാണ് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷമാണെന്ന് തോന്നുന്നു, കുട്ടികൾ സ്കൂളിലൊക്കെ പോയതിന് ശേഷമാണ് അവര് ഡിക്ലെയർ ചെയ്തത്. ഭയങ്കര പ്രശ്നമായി. എറണാകുളത്ത് ഉണ്ടായതാ. കുട്ടികള് എനിക്ക് സ്കൂളിൽ എത്തിക്കഴിഞ്ഞപ്പോ പെട്ടെന്ന് എറണാകുളം ജില്ലയ്ക്ക് അവധി കൊടുത്തു. അപ്പൊ അതിന്റെ പേരില് പുള്ളിക്കാരിക്ക് ഒരു ഹരിതയും പേര് ഞാൻ പറഞ്ഞു, കളക്ടർ മാറിപ്പറ്റല്ല കേട്ടോ ഉണ്ടായിരുന്നത്. ഭയങ്കര ഇഷ്യൂ ആയി, അവർക്കെതിരെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നു. അതിനുശേഷം കറക്റ്റ് ഇപ്പോഴും തലേ ദിവസം തന്നെ വൈകിട്ടാണെങ്കിലും കൊടുക്കാറുണ്ട്, ഇൻഫർമേഷൻ കൊടുക്കാറുണ്ട്. പാരന്റ്സ് ജോലിക്ക് പോയി, അതന്നെ അതാണ് പ്രശ്നമായത്. മക്കൾക്ക് 3-ന് സ്കൂളിൽ വിടും അല്ലെ. ഓക്കെ. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പണ്ടെന്നൊക്കെ പറയുമ്പോ മഴയ്ക്ക് അവധി ഇല്ലല്ലോ. നമ്മുടെ ഇപ്പൊ കുട്ടിക്കാലം എന്ന് പറയുമ്പോ നല്ല പെരുമഴയത്താ സ്കൂളിൽ പോയിട്ട്. അന്നൊരു അവധിയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഇതുപോലെ അപകടങ്ങളും ഇല്ല. പക്ഷെ ഇന്നിപ്പോ അങ്ങനെയല്ലല്ലോ. ഇന്നിപ്പോ ഒരു മഴ വന്നു കഴിഞ്ഞാൽ പേടിയാണ്. എവിടെ എന്താ പറ്റാന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം പിള്ളേര് സ്കൂളിൽ പോയി കഴിഞ്ഞാലും നമുക്കൊരു ടെൻഷനാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് വരില്ല, മരം വീഴി അങ്ങനെയൊക്കെ നല്ല അപകടങ്ങളൊക്കെ വരാറുണ്ടല്ലോ. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോ ഒരു ടെൻഷനാണ്. പക്ഷെ പണ്ടത്തെന്നൊക്കെ ഒത്തിരി മാറിയില്ലേ. ഇപ്പൊ ഒരു മഴ എന്ന് പറയുമ്പോൾ ഉരുൾപൊട്ടലും അതും ഇതൊക്കെയാണ്. അതന്നെ. പിന്നെ ഈ ഫ്ലഡിന് ശേഷമാണല്ലോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വന്നത്. ഫ്ലഡിന്റെ നിങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളം കയറിയായിരുന്നു ഫ്ലഡിന്റെ സമയത്ത് 2010? എന്റെ വീട്ടിലൊക്കെ വെള്ളം കയറിയായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, കയറിയില്ല. പക്ഷെ ഞങ്ങളുടെ നെടുമ്പാശ്ശേരിയാണ്, ഞാനത് താമസിക്കുന്നത് നെടുമ്പാശ്ശേരിയാണ്. അപ്പം അവിടെ അറിയാലോ, പെട്ടെന്ന് ആലുവ, ഇടുക്കിയിലുള്ള വെള്ളം കംപ്ലീറ്റ് വരുന്നത് ആലുവയിലേക്ക് വരില്ലേ. ആലുവയ്ക്ക് വരുമ്പോ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ഞങ്ങൾക്കായിരുന്നു. അങ്ങനെ 2018 നന്നായിട്ട് വെള്ളം കയറി. വീട് ഞാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ എന്റെ അരഭാഗം വരെയുള്ള അത്രത്തോളം വെള്ളം കയറി. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി. ഞാൻ വെള്ളം കയറുന്ന കാഴ്ചയൊക്കെ അന്നേരമാണ് ഭയങ്കര ഭീതിയായിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് എന്റെ വീടൊക്കെ താഴെയിട്ടാ കിടക്കുന്നത്. അപ്പൊ എന്റെ തൊട്ടപ്പുറത്തെ വീടിന്റെ സൺഷെയ്ഡ് വരെ മുങ്ങി. എന്റെ വീട്ടിലേക്ക് അത്രയും മുങ്ങിയില്ല, പക്ഷെ അങ്ങനെ പേടിച്ചു പോയില്ല എന്നാണ്. പിന്നെ പേടിച്ചു പോയതാ. പേടിച്ചെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് അങ്ങനെയല്ല തോന്നി, കേറില്ല എന്നാണ് വിചാരിച്ചത്. നമുക്കറിയില്ലല്ലോ, നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഉണ്ടാവില്ല എന്നുള്ളൊരു ധാരണയില്ല. പക്ഷെ അത് പെട്ടെന്ന് നമുക്ക് കയറി. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ വലിയ ഒഴുക്കുണ്ടായിരുന്നില്ല അങ്ങനെ. പക്ഷെ ഭയങ്കരമായിട്ട് വിഷമിച്ചു. പക്ഷെ ഒരു ഗ്യാപ്പ് കിട്ടിയ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടി. അപ്പൊ ആ ടൈമില് പെട്ടെന്ന് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക്, വേറൊരു വീട്ടിലേക്ക് പോയി. കുറച്ച് ഉയരത്തിലുള്ള ഒരു വീടുണ്ട്, അവിടെയായിരുന്നു കുറച്ച് ദിവസം, ഒരാഴ്ച. അന്നാണ് ഞാൻ നേവിയുടെ ഹെലികോപ്റ്ററും ഒക്കെ ഇങ്ങനെ നമ്മുടെ വീടിന്റെ തൊട്ട് മുകളിൽ കൂടിയാണ് ഇവര് പോകുന്നത്. എന്റെ വീടൊക്കെ ഇരിക്കുന്നിടത്ത് വെള്ളമല്ലേ, അവിടെ നിന്നാണ് ഇവരൊക്കെ പോകുന്നത്. അപ്പൊ ശരിക്കും അത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. അതെ അതെ അതെ, അതാണ് പ്രശ്നം ഷംസിയ. ശരിക്കും പറഞ്ഞാൽ മഴ കാരണം കൊണ്ടല്ല, എല്ലാ ഡാമും ഒരുമിച്ച് തുറന്നു വിട്ടുകൊണ്ടല്ല. അല്ലാതെ വെള്ളം കയറുന്ന സ്ഥലമല്ല, എല്ലാ ഡാമും ഒരുമിച്ച് വിട്ടപ്പോ വന്നു. പക്ഷെ അതിൽ പിന്നെ നമുക്ക് എന്തും ഒരു പേടിയാണ്. ഇന്നത്തെ വർഷം വരുമ്പോഴും ഇങ്ങനെയൊക്കെ വരുമ്പോഴേ ഒരു ടെൻഷനാണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇനി മഴയ്ക്ക് വെള്ളമൊന്നും വരില്ല എന്ന് വിചാരിക്കലോ. അങ്ങനെ
അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ ശരി, നമുക്കിനി ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, എനിക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് സംസാരിച്ചതാണ്. അപ്പൊ നമുക്കിനി പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം. ഈ ചാപ്റ്റർ വലിയ വലിപ്പമുള്ള ചാപ്റ്റർ ഒന്നുമല്ല കേട്ടോ. നമ്മളിനി ചാപ്റ്റർ നമ്പർ 13 ആണ്. നിങ്ങളുടെ എത്രയാണെന്നൊന്ന് മെൻഷൻ ചെയ്യാമോ? 46 അല്ലെ? ഓക്കെ, 46 ആണ് കേട്ടോ. 46ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഏതാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് തന്നെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നമുക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. ഇതിൽ വലിയ തലവേദനയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ലൊന്ന് നോട്ട് ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്, നമുക്ക് പറയാം കേട്ടോ ക്ലാസ്സിൽ. വായിക്കാം നമുക്കെന്നാ. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞേ, നിങ്ങളുടെ ഐഡിയാസ് ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യും എന്ന് പറഞ്ഞു. മാനേജ്മെന്റ് ഐഡിയ ഉള്ളവരൊക്കെ ഒന്ന് പറഞ്ഞു. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞേ? നിങ്ങളുടെ ഐഡിയ പറഞ്ഞോ, കുഴപ്പമില്ല, പറഞ്ഞോ. ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? നിങ്ങൾക്ക് എന്താണ് ഐഡിയ? ഒരാൾ പറഞ്ഞു മാനേജ്മെന്റ് ആണെന്ന് പറഞ്ഞു. പിന്നെയോ? ഇനി ഐഡിയ? നോ ഐഡിയ ആണോ? എന്താണ് പറഞ്ഞു? ജിസ്ന പറഞ്ഞോ, പറഞ്ഞോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. എന്ത് വിഷയം ഉണ്ടെങ്കിലും അവരാണത് കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ്. ഇനി അടുത്ത ആള്, ആരെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞോ. നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് തന്നെയാണ് അല്ലേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ജസ്റ്റിനെ പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് നമ്മുടെ ഒരു ആശുപത്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ മാനേജ്മെന്റ്, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതും അവിടുത്തെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതും മാനേജ് ഒക്കെ ചെയ്യുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർമാരാണ് അല്ലെ. എന്താണ് ഇതിന്റെ? ഹോസ്പിറ്റലിന്റെ എല്ലാ കാര്യങ്ങളും അതന്നെ നിയന്ത്രിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. അതെ, കറക്റ്റ് ആണ് കേട്ടോ. ഫൗണ്ടേഷൻ ഓഫ് ഹോസ്പിറ്റൽ. ഓക്കെ, ജിഷ്ണ പറഞ്ഞു ഫൗണ്ടേഷൻ ഓഫ് ഹോസ്പിറ്റൽ, അതും കറക്റ്റ് ആണ്. ഇതെല്ലാം തന്നെ നിങ്ങളുടെ പലവരുടെയും കാഴ്ചപ്പാടാണ് ഈ പറഞ്ഞത് അല്ലെ. ഇതെല്ലാം കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് അറിയാം എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണെന്ന് നമുക്ക് അറിയാം. അതിപ്പോ നമ്മൾ പഠിക്കുന്ന ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ ആണ്. എല്ലാതും എല്ലാം എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാനേജ്മെന്റും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് വായിക്കാം കേട്ടോ. അപ്പൊ ഞാനൊന്നും കൂടെ ഓൾമ്യൂട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് പറയാം. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു ഹോസ്പിറ്റലിലെയോ അല്ലെങ്കിൽ ഏതും ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി എന്ത് വേണമെങ്കിലും, ഒരു ക്ലിനിക് ആവാം, ഓക്കെ, ലാബ് ആവാം, എന്താണെങ്കിലും തന്നെ അവരുടെ പ്രവർത്തനങ്ങളും മാനേജ്മെന്റിനെയാണ് അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറ അല്ലെ, ഒരു സാമ്പത്തികമായിട്ടുള്ള അടിത്തറ എപ്പോഴും നിലനിർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള ആരോഗ്യ പരിചരണം കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ വകുപ്പുകളും എന്താണ് ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് അല്ലെ അവിടെ അല്ലെ. അങ്ങനെയല്ലേ ചെയ്യുന്നത്? എന്ത് വരാൻ പാടില്ല, അവരുടെ ഒരു മറ്റേ എക്കണോമിക് സ്റ്റെബിലിറ്റിക്ക് ഒരു തരത്തിൽ കോട്ടം വരാനായിട്ട് പാടില്ല അല്ലെ. അവരുടെ എക്കണോമിക് സ്റ്റെബിലിറ്റി, ഒരു സാമ്പത്തിക ആ ഒരു അടിത്തറ നിലനിർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ ആരോഗ്യ സേവനങ്ങൾ കൊടുക്കാനായിട്ട് എന്ത് ചെയ്യണം? ആ ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളും ഒത്തൊരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കണം അല്ലെ. അതിനെ സാധ്യമാക്കുന്ന അങ്ങനെയുള്ള കാര്യം അതാണ് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അത്തരം മാനേജ്മെന്റും അങ്ങനെയൊക്കെ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന, അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന, സൂപ്പർവൈസ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലെ. ചെയ്യുന്ന ജീവനക്കാരൻ നമ്മൾ എന്ത് പറയും? അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. അഡ്മിനിസ്റ്റർ, ആദ്യം നമ്മൾ പറയുന്നത് അഡ്മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു വാക്കിന്റെ ഒറിജിനേഷൻ എവിടെ നിന്നാണ് അഡ്മിനിസ്റ്റർ എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. അപ്പൊ ആ ഒരു പാരഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കാം. അഡ്മിനിസ്റ്റർ ഒറിജിനേറ്റഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ആഡ് പ്ലസ് മിനിസ്ട്രെയർ എന്നാണ് കേട്ടോ. എന്താണ് ആഡ് പ്ലസ് മിനിസ്റ്റെയർ എന്ന് പറയുന്ന ആ ഒരു ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഏത് വാക്ക് വന്നത്? അഡ്മിനിസ്റ്റർ എന്ന വാക്ക് വന്നത് കേട്ടോ. ഏത് പദമാണ്? ലാറ്റിൻ പദമാണ് കേട്ടോ. ആഡ്, ആഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ടു എന്നുള്ള അർത്ഥമാണ്. TO2 എന്ന് പറയില്ലേ,
ടു എന്നുള്ള അർത്ഥമാണ് കേട്ടോ. മിനിസ്റ്റർ. ഓക്കെ, എന്താണ് അതിന്റെ അർത്ഥം എന്നറിയോ? ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ടു കെയർ ഫോർ. നോട്ട് ചെയ്ത് വെക്കാം, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ടു കെയർ ഫോർ അല്ലെ, ആളുകളെ എന്താണ് പരിപാലിക്കുക അല്ലെ, പരിപാലിക്കുക. അതുപോലെ ഓർ ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? പരിപാലിക്കുക അല്ലെ. ടു കെയർ ഫോർ എന്ന് വെച്ചാൽ പരിപാലിക്കുക, പരിചരിക്കാന്നാണ് കേട്ടോ, പരിചരിക്കുക കേട്ടോ. ടു കെയർ ഫോർ പരിചരിക്കുക, അല്ലെങ്കിൽ എന്താണ് ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ അല്ലെ, ആളുകളെ എന്താണ് പരിപാലിക്കുക അല്ലെ, പരിപാലിക്കുക. ഒരു കോമ ഇടണം കേട്ടോ അവിടെ, കോമ. ടു മാനേജ് അഫയേഴ്സ്, എന്താണ് ടു മാനേജ് അഫയേഴ്സ്, കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. ഈ പറയുന്ന അർത്ഥങ്ങളൊക്കെ വരുന്ന ആഡ് പ്ലസ് മിനിസ്റ്റർ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഏത് വാക്കുണ്ടായത്? അഡ്മിനിസ്റ്റർ എന്ന വാക്ക് ഉണ്ടായത്. അപ്പൊ നിങ്ങളോട് ചോദിക്കാം കേട്ടോ, the word administer is originated from the Latin word dash. ചോദിക്കാം, എന്താണ് add plus minister? പിന്നെ വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം, what is the meaning of the Latin word add plus minister? എന്താണ് അതിന്റെ മീനിങ്ങുകൾ എന്തൊക്കെയാണ്? to care for അല്ലെ, ഇത് വേണമെങ്കിൽ ആഡ്, to care for പരിചരിക്കാം, to look after people ആളുകളെ പരിപാലിക്കുക, to manage the affairs കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥമാണ് അതിന് ഉള്ളത്. ഓക്കെ, ഇനി എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്നതിന് രണ്ട് പേരുടെ ഡെഫിനിഷൻസ് നിങ്ങൾ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ആ രണ്ട് ഡെഫിനിഷൻസും ഇമ്പോർട്ടന്റ് ആണ്. ഡെഫിനിഷൻ തന്നിട്ട് ഇത് ആരുടെയാണെന്ന് നമ്മളോട് ചോദിക്കും, അപ്പൊ നിങ്ങൾക്ക് മാറിപ്പോകും. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം തന്നെ അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കാം. എന്താണ് ആദ്യത്തെ? ഹെർബർട്ട് എ സൈമന്റെ ഒരു ഡെഫിനിഷൻ ആണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. അത് കോമൺ ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നാണ് കേട്ടോ പറയുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ല, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ്സ് കോപ്പറേറ്റിംഗ് ടു ഫുൾഫിൽ കോമൺ ഗോൾസ്. ആര് പറഞ്ഞതാണ്? ഹെർബർട്ട് എ സൈമൺ പറഞ്ഞത്. ഇവിടെ പറയാം, അഡ്മിനിസ്ട്രേഷൻ ഈസ് the activities of groups cooperating to fulfill common goals. ഇതാണ് ഇവിടെ പറയുന്നത്. പൊതുവായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ അല്ലെ, പൊതുവായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് വിവിധ ഗ്രൂപ്പുകള് സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് അല്ലെ, കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? അഡ്മിനിസ്ട്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. പൊതുവായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും, അത് ഏത് ഹോസ്പിറ്റലിൽ ഉണ്ടാവും അല്ലെ. അവർക്ക് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും അല്ലെ, അതുപോലെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. എല്ലാ ലക്ഷ്യങ്ങളും പൊതുവായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുടെ ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ട്, അത് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് വിവിധ ഗ്രൂപ്പുകൾ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനമാണ് ഇതെന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇത് ആരുടെ നിർവചനമാണ്? ഹെർബർട്ട് എ സൈമന്റെ ഡെഫിനേഷൻ കേട്ടോ. ഇനി അടുത്തൊരു വ്യക്തിയുടെ ഡെഫിനേഷൻ ആണ് ലൂഥർ ഗള്ളിക്ക് കേട്ടോ. ആരാണ്? ലൂഥർ ഗള്ളിക്ക്. ലൂഥർ ഗള്ളിക്കിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഡു ഗെറ്റിംഗ് തിങ്സ് ഡൺ. അതൊന്ന് അണ്ടർലൈൻ ചെയ്യട്ടോ. ഗെറ്റിംഗ് തിങ്സ് ഡൺ, അതാണ് അദ്ദേഹത്തിന്റെ നിർവചനം. കാര്യങ്ങള് നിർവഹിക്കുക, കാര്യങ്ങള് കൈകാര്യം ചെയ്യുക. ഗെറ്റിംഗ് തിങ്സ് ഡൺ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എങ്ങനെ? വിത്ത് ദ ഫുൾഫിൽമെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി ഡിഫൈൻഡ്. അതായത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള, നേരത്തെ പറഞ്ഞ അതേ അർത്ഥം തന്നെയാണ് കേട്ടോ. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില പൊതുവായ ലക്ഷ്യങ്ങളെ സംതൃപ്തമാക്കിക്കൊണ്ട് അല്ലെ, തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എന്താണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നതാണ് എന്ത് അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞു ക്ലിയർ ആയോ? അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഡു ഗെറ്റിംഗ് തിങ്സ് ഡൺ വിത്ത് ദ ഫുൾഫിൽമെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി ഡിഫൈൻഡ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. എങ്ങനെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്? വിത്ത് ദ ഫുൾഫിൽമെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി ഡിഫൈൻഡ്. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു പൊതുവായ ലക്ഷ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടായിരിക്കണം അവിടെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. അപ്പൊ അങ്ങനെ നിർവചിച്ച ആരാണ്? ലൂഥർ ഗള്ളിക്കാണ് കേട്ടോ. ഈ രണ്ട് ഡെഫിനിഷൻസ് രണ്ടും ഒരേ അർത്ഥം തന്നെ സൂചിപ്പിക്കുന്നത് അല്ലെ, പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങളെ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് കേട്ടോ, അണ്ടർലൈൻ ചെയ്തിരിക്കാം. ഇനി അടുത്തത് ഇനി നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് പറയാൻ പോവാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഗവേണൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. അതായത് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ആശുപത്രിയുടെ ഭരണമാണ് എന്തുദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഡാഷ് ഈസ് ദ ഗവേണൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ആശുപത്രിയുടെ ഭരണം, ഗവേണൻസ് അല്ലെ, അതിനെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി പറയുന്നത് ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. നമുക്ക് ജസ്റ്റ് വായിക്കാം. അഡ്മിനിസ്ട്രേഷൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി ഹെൽത്ത് കെയർ മാനേജേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ്സ് who handle individual departments. They are in charge of all the administrative and management functions of the respective departments. എന്താണ് പറയുന്നത്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതെന്താണ്? വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഹെൽത്ത് കെയർ മാനേജർമാരും എക്സിക്യൂട്ടീവുകളൊക്കെ ഉൾപ്പെടുന്നതാണ് ഇത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അവരാണ് അതാത് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലകളെല്ലാം തന്നെ നിർവഹിക്കുന്നത് ആരാണ്? ഈ പറയുന്ന ഹെൽത്ത് കെയർ മാനേജർമാരും എക്സിക്യൂട്ടീവ്സുകളുമാണ്. മനസ്സിലായി? ഇപ്പൊ വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഓരോരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോരോ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. അവരെല്ലാവരും ഉൾപ്പെടുന്നതാണ് മൊത്തത്തിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. മനസ്സിലായോ? അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ, പിന്നെ ഇത്രയും മതി കേട്ടോ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഞാനത് അൺമ്യൂട്ട് ചെയ്യണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? വായിക്കണം കേട്ടോ. ഇത് വായിച്ചു നോക്കണം. അപ്പൊ ശരി കേട്ടോ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.